ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിന്നൊരു യാത്ര പോയായിരുന്നു. അപ്പം അവിടെ വെച്ച് കണ്ട ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരു കടയിൽ കയറിയപ്പോൾ ഭയങ്കര എന്താ പറയുന്നത്, കണ്ണിന് നയനമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇഷ്ടം പോലെ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനെ വേണ്ട സകലമാന. അതായത് പുറത്ത് ഗൾഫിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇത്രയും വലിയൊരു കട. പക്ഷെ ഞാനിവിടെ ആദ്യമായിട്ടാണ് അടൂർ സൈഡിൽ കാണുന്നത്. എന്തായാലും കണ്ടപ്പോൾ ഒരുപാട് ഇത് തോന്നി. അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങി എടുത്തൊരു വീഡിയോ ആണിത്. നമുക്ക് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആട്ടെ, മീൻസ് ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ സ്പൈസസ്, ചോക്ലേറ്റ്സ്, നട്ട്സ്, ഡേറ്റ്സിൻ്റെ പല വെറൈറ്റി, നല്ല ഹൈജീനിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. നല്ല ഹൈജീനിക്കായിട്ടും ഏറ്റവും ക്വാളിറ്റി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടെ, അതുപോലെ ചോക്ലേറ്റ്സിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ്, ഇഷ്ടം പോലെ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു കൊതി തോന്നും. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് ഉള്ളൊരു കടയാണ് ഇത്. നമുക്ക് അടൂർ തന്നെയാണ് വന്നിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു സന്തോഷം. ഇത് അൽത്തമാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ആണ്. അത് മീൻസ് എനിക്കൊന്ന് UAE ഉള്ള ഒരു കട തന്നെയാണ്. ഇത് ഇവരിവിടെ കൊണ്ടിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ അൽത്തമാറിൻ്റെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ്, അങ്ങനെയാണ് അതിൻ്റെ പേര്. ഇത് നമ്മൾ കൊട്ടാരക്കര റൂട്ടിൽ പോകുന്ന, അതായത് എന്താ പറയുന്നത്, നമ്മുടെ സെൻറ്റ് സെറിൽസ് കോളേജ് കിളിവയൽ അടൂരുള്ള അവിടെ അതിനടുത്താണ് ഈ അൽത്തമാർ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് സ്പൈസസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കണം. നല്ല രസമാണ് കാണാനും. അതുപോലെ ഏറ്റവും നല്ല ഗുഡ് ക്വാളിറ്റി സാധനങ്ങളാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് സ്വീറ്റ്സും നട്ട്സും ഒക്കെ മേടിച്ചു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷനാണ്. ഇഷ്ടം പോലെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഏത് വേണമെങ്കിലും അവിടെ നിന്ന് കിട്ടും. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എന്താ പറയുന്നത്, ഗിഫ്റ്റ് പോലൊക്കെ കൊടുക്കില്ലേ, അതുപോലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാമോദിസ, കല്യാണം, അല്ലെ അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾക്കൊക്കെ, ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഗിഫ്റ്റ് പോലെയൊക്കെ കൊടുക്കാനൊക്കെ നല്ല നല്ല സെലക്ഷനാണ്. അതുപോലെ വൈനിൻ്റെ നല്ലൊരു സെലക്ഷനുണ്ട്. അതുപോലെ ഗൾഫിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ടാങ്ക്, അതുപോലെ നിഡോയൊക്കെ ഇരിക്കുന്ന ഞാൻ കണ്ടു. എനിവേ, എന്തായാലും നല്ല ഒരു ഭംഗി തന്നെയാണ്. നല്ല രസമാണ് കാണാൻ. ആ സ്വീറ്റ്സിൻ്റെ ഒക്കെ അവിടെ പോകുമ്പോൾ, അതായത് ചോക്ലേറ്റിൻ്റെ പല വെറൈറ്റീസിൽ നല്ല വർണ്ണക്കടലാസിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു രസമായിട്ട് തോന്നും. എന്തായാലും നിങ്ങൾ ആ സൈഡിൽ പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കണം. ഏറ്റവും നല്ല ഗുഡ് ക്വാളിറ്റിയാണ്. അൽത്തമാർ ഗ്രൂപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. അൽത്തമാർ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് എന്നാണ് ഇതിൻ്റെ ഈ കടയുടെ പേര്. എന്തായാലും നിങ്ങൾ വന്നിട്ട് കയറി നോക്കണം. മീൻസ് 100 ഗ്രാം, 250, അര കിലോ, 1 kg, അങ്ങനെ ഏത് ഇതിലും, അതുപോലെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനെ പല വെറൈറ്റീസിലും കിട്ടുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒന്ന് കയറി നോക്കണം. ആ സൈഡ് നമ്മുടെ അടൂർ തന്നെയുള്ളതല്ലേ. അതുപോലെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ, അത് തന്നെയല്ല ഈ എന്താ പറയുക, നൊയമ്പ് കാലത്തൊക്കെ അതൊക്കെ ഡേറ്റ്സിൻ്റെ ഒക്കെ, അതുപോലെ നട്ട്സിൻ്റെ ഒക്കെ നല്ല കൂടിയ ക്വാളിറ്റി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ കസ്റ്റമേഴ്സിനോട് നല്ല ഒരു സമീപനമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. എല്ലാം നമുക്ക് പറഞ്ഞു തരികയും എല്ലാം കാണിച്ചു തരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ എന്തായാലും അവിടെ നിന്ന് കയറി നോക്കണം. പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇതുപോലെ ഗിഫ്റ്റ് പോലെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. ഏത് രീതിയിൽ നമ്മൾ പറയുന്നോ അതുപോലൊക്കെ അവർ ചെയ്തു തരും. എനിവേ, എന്തായാലും ഇതാണ് ആ കട, അൽത്തമാർ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് എന്നാണ് പേര്. അപ്പോൾ ആ മെയിൻ റോഡിൽ തന്നെയാണ്. അവിടെ പാർക്കിങ്ങിനൊക്കെ നല്ല സ്ഥലമുണ്ട്. ഓക്കെ, എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളവിടെ നിന്നപ്പം ഞങ്ങളവിടെ നിന്നപ്പോൾ നമ്മുടെ ആവേശത്തിലെ മിഥുനില്ലേ, യാദൃശ്യമായിട്ട് കണ്ടത് അതാ പയ്യൻ, കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന ആ പുള്ളിയെ ഞങ്ങൾ. എനിവേ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. ആർക്കെങ്കിലും വേണ്ടിയെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇനി ഇതുപോലെയുള്ള പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.
സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.